എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 10th പ്രിലിംസ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഫേസ് എക്സാം ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് നാച്ചുറൽ സയൻസിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ കഴിഞ്ഞ 2 ഫേസുകളിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിൽ നോക്കുമ്പോ ഈ 2 ഫേസിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ഫേസിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് ഒക്കെ അപ്പൊ ഈ ഒരു എക്സാം എന്ന് മാത്രമല്ല, ആ 2 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അത് വന്നിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ നോക്കിയാലും മനസ്സിലാവും. ഇപ്പൊ നടക്കുന്ന എക്സാമുകളിലും മിക്ക എക്സാമുകളിലും ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. വേറൊന്നുമല്ല, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഫേസിൽ അവിടെ വന്നിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാര്? ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ സി ആയിരുന്നു, വാൾട്ടർ ജി റോസൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അവരുടെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്കാണ്. സോ അതിൽ നമുക്ക് 13ാമത്തെ ചാപ്റ്റർ ആയിട്ട് വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന പല എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എക്സിറ്റ് ടു കൺസർവേഷൻ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത് എക്സിറ്റ് ടു ഇൻസിറ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെയും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എക്സിറ്റുവിന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് കവർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? ഇപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. വൈവിധ്യം നിലനിൽപ്പിന് 13ാമത്തെ ചാപ്റ്റർ ആണ് 8ാം ക്ലാസ്സില്. അവിടെ നമുക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസും അതിന്റെ ഡെഫിനിഷനും വെച്ചിട്ടാണ് നമുക്ക് ബോക്സസിൽ ഓരോന്നായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കണം. കാരണം ആവാസ വ്യവസ്ഥ, എക്കോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഡെഫിനിഷൻ തന്നിട്ട് ഇതിന്റെ കറക്റ്റ് ടേം ഏതാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ജീവമണ്ഡലം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, നമുക്കറിയാം, ബയോസ്ഫിയർ. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവമണ്ഡലം എന്ന് പറയുന്നത്, അല്ലെ? തുടക്കത്തിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എക്കോളജി എന്താന്നുള്ളത്. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അതേപോലെ തന്നെ അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജി എന്ന് പറയുന്നത്, അല്ലെ? ജീവികൾ തമ്മിലും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഇത് എക്കോളജി. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കാവുന്ന വ്യക്തികളെ കുറിച്ച് ചോദിച്ചിരുന്നു ഫസ്റ്റ് ഫേസിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇതേപോലെ എക്കോളജി എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്ത് വെക്കണം, ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ഓക്കെ, ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് ഏതാ? എക്കോളജി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജൈവ വൈവിധ്യം നമ്മൾ പറഞ്ഞു വാൾട്ടർ ജി റോസൻ ആണ്. അതൊക്കെ ഈ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. അതേപോലെ ഏണസ്റ്റ് ഹെയ്ക്കൽ ഓർക്കുക, എക്കോളജി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടേംസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ തന്നിട്ട് എന്താണ് ഈ പദം ഏതാണ്, ഈ ടേം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഉൽപാദകർ എന്താണ്, ഉപഭോക്താക്കൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യ ശൃംഖല വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഉൽപാദകർ, അതായത് നമ്മുടെ ഈ ഒരു ജൈവമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നോക്കിയാൽ ഒത്തിരിയധികം ജീവികളുണ്ട്. അവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഉൽപാദകരെന്നും ഉപഭോക്താക്കളെന്നും. അതായത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും. എങ്ങനെയാ നമുക്ക് ഉൽപാദകർ വരുന്നത്? അതായത് പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ, അതായത് പ്രകാശ സംശ്ലേഷണം നടത്തി ഊർജമടങ്ങിയ ആഹാരം സ്വയം നിർമ്മിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉൽപാദകർ. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്, അല്ലെ? ഉൽപാദകർ എന്ന് വിളിക്കുക. അപ്പോ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന മെയിൻ ആയിട്ട് എക്സാമ്പിൾ വരുന്ന എന്താ ഉൽപാദകർക്ക്? നമ്മുടെ ഹരിത സസ്യങ്ങളാണ്. ഉൽപാദകർ ആരാണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ ഓർത്താലും മതി. പ്രകാശ സംശ്ലേഷണം നടത്തി ഊർജ്ജമടങ്ങിയ ആഹാരം സ്വയം നിർമ്മിക്കാൻ പറ്റുന്നവരൊക്കെ ഉൽപാദകരാണ്. സസ്യങ്ങൾ, ഹരിത സസ്യങ്ങൾ എന്ന് പറഞ്ഞു തരാം, അല്ലെങ്കിൽ സസ്യപ്ലവ
സസ്യപ്ലവകങ്ങൾ, ജലഭക്ഷ്യ ശൃംഖലയിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നവരാണ് ആര്? സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ ആരാണ്? ഉൽപാദകരിൽ വരുന്നവരാണ്. ഇനി ഉപഭോക്താക്കൾ ആരാണ്? നേരിട്ടോ അല്ലാതെയോ ഊർജത്തിന് വേണ്ടി സസ്യങ്ങളെ അല്ലെങ്കിൽ ഉൽപാദകരെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളെ വിളിക്കുന്ന പേരാണ് ഉപഭോക്താക്കൾ. നമ്മൾ ആരാണ്? ഒരു ഉപഭോക്താവാണ് അല്ലെ. നമുക്ക് സൂര്യനിൽ നിന്നല്ല, നമ്മുടെ പ്രാഥമിക ഊർജ സ്രോതസ്, നമ്മുടെ ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സസ്യങ്ങൾക്കാണ് അത് പറ്റുക, അല്ലെങ്കിൽ ഉൽപാദകർക്കാണ് പറ്റുന്നത്. അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മറ്റു പല ജീവികൾക്കും സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഉപഭോക്താക്കളാണ്. അതില് നേരിട്ട് തന്നെ സസ്യങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് സസ്യങ്ങളെ കഴിക്കുന്ന ജീവികളാണ് എന്നുണ്ടെങ്കിൽ അവരാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഇനി പ്രാഥമിക ഉപഭോക്താക്കളെ ആഹാരമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ. ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ആര്? തൃതീയ ഉപഭോക്താക്കൾ. അത് നമുക്ക് ഓരോ ലെവലിൽ അങ്ങ് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ ഉൽപാദകർ എന്താണ്, ഉപഭോക്താക്കൾ എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഭക്ഷ്യ ശൃംഖലയിലേക്കാണ്. ഭക്ഷ്യ ശൃംഖല എന്താണെന്ന് ഇതിലും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ജൈവമണ്ഡലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജീവികൾ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഊർജത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഊർജത്തിന് വേണ്ടി ആഹാരത്തിന്റെ രൂപത്തിലാണ് ഊർജമുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഊർജത്തിന് വേണ്ടിയിട്ട് ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്നൊന്നിനെ ഭക്ഷിക്കുന്നതിലൂടെയാണ് ഇവർക്ക് ഊർജം കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഊർജത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട്, ആഹാരത്തിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആ ജീവികളൊക്കെ കൂടെ നമ്മൾ ഒരു ശൃംഖലയിൽ ഉൾപ്പെടുത്തിയാൽ അതാണ് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഭക്ഷ്യ ശൃംഖലയാണ്. ഇവിടെ ഒത്തിരി ഭക്ഷ്യ ശൃംഖലകൾ തന്നിട്ടുണ്ട്. ആ ഭക്ഷ്യ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടേം നമ്മൾ പഠിച്ചു വെക്കണം. എന്തായിരിക്കും? പോഷണതലങ്ങളാണ്. പോഷണതലം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഭക്ഷ്യ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ഭക്ഷ്യ ശൃംഖലയില് ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം ഏതാണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ പോഷണതലം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു ഭക്ഷ്യ ശൃംഖല സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നായിരിക്കും? എപ്പോഴും ഓർക്കണം, ഒരു ഉൽപാദകനിൽ നിന്നായിരിക്കും. കാരണം അവർക്കാണ് ഊർജമടങ്ങിയ ആഹാരം സ്വയം നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സസ്യമാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ സസ്യത്തിനെ വന്ന ഒരു മുയല് ഭക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം. ആ മുയലിന് അടുത്തൊരു, ഫോർ എക്സാമ്പിൾ ഒരു ചെന്നായ ഭക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം. അതിനടുത്തൊരു ജീവി, ഫോർ എക്സാമ്പിൾ ഒരു സിംഹം ഭക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം. ഇതൊരു ഭക്ഷ്യ ശൃംഖലയാണ് അല്ലെ. അപ്പൊ ആ ഭക്ഷ്യ ശൃംഖലയിലെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ സസ്യമുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ മുയലുണ്ട്. ഇങ്ങനെ ഓരോ പൊസിഷൻ നമുക്ക് കാണാം. ഓരോ ജീവിക്കും ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോഷണതലം. അപ്പൊ ഭക്ഷ്യ ശൃംഖലയില് ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അപ്പൊ ഈ ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഒന്നാം പോഷണതലത്തിൽ വരുന്നത് ആരാണ്? ഒരു സസ്യമാണ്. രണ്ടാം പോഷണതലത്തിൽ വരുന്നത് സസ്യത്തെ ഭക്ഷിക്കുന്ന സസ്യാഹാരി ആയിട്ടുള്ള മുയലാണ്. മൂന്നാം പോഷണതലത്തില് ഈ പറഞ്ഞിരിക്കുന്ന സസ്യാഹാരിയെ ഭക്ഷിക്കുന്ന ഒരു മാംസാഹാരി വരുന്നു. അതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം. എപ്പോഴും ഓർക്കണം, ഒരു ഭക്ഷ്യ ശൃംഖല നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നായിരിക്കും? ഉൽപാദകനിൽ നിന്നായിരിക്കും. നമുക്ക് ആദ്യത്തെ പോഷണ തലത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ജീവി ഏത് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഉൽപാദകനായിരിക്കും നമുക്ക് ആദ്യത്തെ ഭക്ഷ്യ ശൃംഖലയിൽ വരുന്നത് എന്നുള്ളത് ഓർക്കുക. എന്ന് വെച്ചാല് സസ്യങ്ങൾ, ഹരിത സസ്യങ്ങളോ സസ്യപ്ലവകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഉൽപാദകര്. ഇനി ആ സസ്യത്തെ ഭക്ഷിക്കുന്ന നമ്മുടെ സസ്യാഹാരി ആയിരിക്കും എവിടെ വരുന്നത്? നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോഷണതലത്തിൽ വരുന്നത്. സസ്യാഹാരി എന്ന് പറയുമ്പോൾ അയാൾ ആരാണ്? പ്രാഥമിക ഉപഭോക്താവാണ് അല്ലെ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു ഉൽപാദകനെ അല്ലെങ്കിൽ സസ്യത്തെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവിയെ നമ്മൾ പ്രാഥമിക ഉപഭോക്താവാണ്. അവിടെ തൊട്ട് ഉപഭോക്താക്കൾ തുടങ്ങാണ്. അപ്പൊ ഈ മുയൽ ഒരു പ്രാഥമിക ഉപഭോക്താവാണ്. അങ്ങനെയുള്ള പ്രാഥമിക ഉപഭോക്താക്കളായിരിക്കും സെക്കൻഡ് പോഷണതലത്തിൽ നമുക്ക് വരുന്നത്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മുടെ സസ്യാഹാരികളൊക്കെ. ഇനി അതിനുശേഷം മൂന്നാമത്തെ പോഷണതലത്തിലേക്ക് വരുമ്പോ പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷിക്കുന്ന ആളാണ്. അയാളെ നമുക്ക് എന്ത് പറയാം? ദ്വിതീയ ഉപഭോക്താവ് എന്ന് വിളിക്കാം അല്ലെ. സോ ദ്വിതീയ ഉപഭോക്താവാണ്. അതിന് എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ സസ്യാഹാരിയെ ഭക്ഷിക്കുന്ന മാംസാഹാരി ആയിരിക്കില്ലേ നമ്മുടെ മൂന്നാമത്തെ പോഷണ തലത്തിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്.
ഒത്തിരി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. എപ്പോഴും ഓർക്കുക, ഒന്നാം പോഷണ തലം എന്ന് പറയുമ്പോൾ ഉൽപാദകനാണ്, സസ്യങ്ങളാണ്. രണ്ടാം പോഷണ തലം എന്ന് പറയുമ്പോൾ അതാണ് ഉപഭോക്താക്കൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രാഥമിക ഉപഭോക്താവാണ് അല്ലെങ്കിൽ സസ്യാഹാരികളാണ്. മൂന്നാമത്തെ പോഷണ തലത്തിലാണ് മാംസാഹാരി വരുന്നുള്ളൂ എന്നുള്ളത് ഓർക്കണം. നാലാമത്തെ പോഷണ തലത്തിലേക്ക് വരുമ്പോൾ അവിടെയും മാംസാഹാരികളാണ്, കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള, സിംഹം പോലെയുള്ള അങ്ങനെ ഹയർ ലെവലിലുള്ള മാംസാഹാരികളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പോഷണ തലം എന്ന് പറയുമ്പോൾ ഉൽപാദകരാണ്, സസ്യങ്ങളാണ്. അതിനെ ഭക്ഷിക്കുന്നവരാണ് രണ്ടാമത്തെ പോഷണ തലത്തിൽ, സസ്യാഹാരികളാണ് അവര്, പ്രാഥമിക ഉപഭോക്താക്കളാണ്. അവരെ ഭക്ഷിക്കുന്നവരാണ് നമ്മുടെ മൂന്നാമത്തെ പോഷണ തലത്തില്, അതായത് സസ്യാഹാരികളെ ഭക്ഷിക്കുന്ന മാംസാഹാരികൾ, അതായത് ദ്വിതീയ ഉപഭോക്താക്കളാണ്. ഇനി അതിനൊരു മുകളിൽ ഒരു തലം വന്നു കഴിഞ്ഞാൽ നാലാമത്തെ പോഷണ തലം എന്ന് പറയുമ്പോൾ അവിടെ തൃതീയ ഉപഭോക്താക്കളായിരിക്കും വരുന്നത്, അതായത് ഉയർന്ന ലെവലിലുള്ള മാംസാഹാരികൾ, അതായത് മാംസാഹാരികളെയും ഭക്ഷിക്കുന്ന സിംഹം പോലെയുള്ള ഹയർ ലെവലിലുള്ള മാംസാഹാരികൾ. ക്ലിയർ അല്ലെ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് 1, 2, 3 തലങ്ങൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. രണ്ടാമത്തെ പോഷണ തലത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ജീവി ഏത്, ഒന്നാമത്തേത് വരില്ലാത്തത് ഏത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും. ഓർക്കണം, മാംസാഹാരി വരുന്നത് എവിടെ മാത്രമാണ്, നമുക്ക് മൂന്നാമത്തെ പോഷണ തലത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു ഐഡിയൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാംസാഹാരി വരുന്നത്. അപ്പൊ ആദ്യം സസ്യം, പിന്നെ സസ്യാഹാരി, പിന്നെ മാംസാഹാരി എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ജീവി ബന്ധങ്ങളാണ്. ജീവി ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള ജീവികള്, നമുക്ക് പലതരത്തിലുള്ള എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ഇവർ തമ്മിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാണ് ഇരപിടുത്തം, പരാത ജീവനം, മത്സരം, അതേപോലെ തന്നെ മ്യൂച്വലിസം എന്ന് പറയുന്ന ഒരു ജീവിബന്ധം വരുന്നുണ്ട്, കമൻസലിസം. ഇത്രയുമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ പറഞ്ഞു രണ്ട് ജീവികൾ തമ്മിൽ പലതരത്തിലുള്ള ജീവിബന്ധം, ഫോർ എക്സാമ്പിൾ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാം, മത്സരം ഉണ്ടാകാം അല്ലെ. അതേപോലെ തന്നെ ഇരപിടിക്കല്, മാനും അതേപോലെ തന്നെ ഒരു കടുവയും തമ്മിലുണ്ടാകുന്ന ജീവിബന്ധം എന്ന് പറയുന്നത് ഇരപിടുത്തമാണ്. കടുവ എന്ത് ചെയ്യാണ്, ഇര പിടിക്കുകയാണ്. സോ ഇരപിടിയൻ എന്ന് പറയുന്നത് കടുവയാണ്, സോ ഇര എന്ന് പറയുന്നത് നമുക്ക് മാനാണ്. അങ്ങനെ പലതരത്തിലാണ് ജീവിബന്ധങ്ങൾ വരുന്നത്. ഈ ജീവിബന്ധങ്ങളുടെ പ്രത്യേകത ഓർക്കണം. ഇരപിടുത്തത്തിന്റെ പ്രത്യേകത എന്താ, ഒരാൾക്ക് രണ്ട് പേര് തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇരപിടിയൻ അത് ഗുണകരമായിരിക്കും, ഇരയ്ക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും, ദോഷകരം. അപ്പൊ ഒരാൾക്ക് ഗുണകരം, അടുത്തയാൾക്ക് ദോഷകരമായിരിക്കും എന്നുള്ളത് ഓർക്കുക. നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കടുവയും മാനും തമ്മിലുള്ള ഒരു ബന്ധം, അത് വെച്ചിട്ട് നമുക്ക് പറയാം. പിന്നെ പരാത ജീവനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെയും എങ്ങനെയാണ്, ഒരാൾക്ക് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമായിട്ടുള്ള ഒരു ജീവിബന്ധമാണ്. അതായത് അവിടെ രണ്ട് തരത്തിലുള്ള ജീവികളുണ്ട്. ഒന്നിനെ നമുക്ക് പരാതം അല്ലെങ്കിൽ പാരസൈറ്റ് എന്ന് വിളിക്കാം, രണ്ടാമത്തേതിനെ നമുക്ക് ആതിഥേയ ജീവി അല്ലെങ്കിൽ ആതിഥേയ സസ്യം എന്ന് വിളിക്കാം. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്താ, ഫോർ എക്സാമ്പിൾ മാവ് മിത്തൽ കണ്ണിയും അല്ലെങ്കിൽ മാവ് മൂടില്ലാത്ത ആളി, ഇതൊക്കെ എങ്ങനെയാ, പരാത ജീവനത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് ഓർക്കണം. കാരണം പരാതം എന്ന് പറയുന്ന ജീവി, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത്തിൽക്കണ്ണിയാണ് നമ്മുടെ പരാതം, എന്ത് ചെയ്യും, ആതിഥേയ സസ്യം എന്ന് പറയുന്നത് നമ്മുടെ മാവാണ്. സോ ഈ മാവില് അല്ലെങ്കിൽ ആതിഥേയരില് പിടിച്ചു കയറിപ്പോയി അവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവരുടെ പോഷണങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ടാണ് ഇത്തിൽക്കണ്ണി ജീവിക്കുന്നത് അല്ലെങ്കിൽ പരാതം ജീവിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഇത്തിൽക്കണ്ണി ആവശ്യത്തിന് വളർന്നു പോകും, അവർക്ക് പോഷണങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ മാവ് വലിച്ചെടുത്തിരിക്കുന്ന പോഷണങ്ങൾ, അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെടുത്തിരുന്ന പോഷണങ്ങളാണ് ഇത്തിൽക്കണ്ണി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ മാവ് എന്ത് ചെയ്യും, നശിച്ചു പോകും അല്ലെ. ആതിഥേയ സസ്യത്തിന് അത് എങ്ങനെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്. ആർക്കായിരിക്കും ഗുണകരം, ഇത്തിൽക്കണ്ണിക്ക് അല്ലെങ്കിൽ പരാതത്തിനാണ്. അപ്പൊ അതാണ് പരാത ജീവനം. മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുടക്കത്തില് ഈ ഇതിൽ വരുന്ന രണ്ട് ജീവികൾക്കും ദോഷകരമാണ്, ഒരു കോമ്പറ്റീഷൻ ആണ് അവരുടെ ഇടയിൽ അല്ലെ. പിന്നീട് ആരാണോ ജയിക്കുന്നത് അതിന് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെല്ലും കളകളും നമ്മുടെ ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നെല്ലും കളകളും തമ്മിലുള്ള ജീവിബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പറ്റീഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആരാണ് ജയിക്കുക എന്ന് പറയാൻ പറ്റില്ല, ആരാണോ ജയിക്കുന്നത് അതിന് ഗുണകരം, അടുത്തതിന് ദോഷകരം. ഇനി മ്യൂച്വലിസം ഓർത്ത് വെക്കുക. മ്യൂച്വലിസം ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ളതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പൂവും അതേപോലെ തന്നെ നമ്മുടെ ഏതാണ്
പൂമ്പാറ്റയും തമ്മിലുള്ള ഒരു ജീവി ബന്ധം എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലിസം ആണ്. രണ്ടുപേർക്കും എന്ത് കിട്ടുന്നുണ്ട്? പൂവിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പരാഗണം നടക്കുന്നുണ്ട്. പൂമ്പാറ്റയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തേനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതാണ് മ്യൂച്വലിസം. അപ്പൊ രണ്ടുപേർക്കും ഗുണകരമായിട്ടുള്ളത് മ്യൂച്വലിസം ആണ് എന്നുള്ളത് ഓർക്കാം. ഒരാൾക്ക് ഗുണകരം മറ്റേ ആൾക്ക് ഗുണമോ ദോഷമോ പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമൻസലിസം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മാവും മരവാഴിയും തമ്മിലുള്ള ജീവിബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? കമൻസലിസം ആണ്. അതായത് മരവാഴയ്ക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ഗുണം കിട്ടുന്നുണ്ട്, അതായത് മാവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവര് പിടിച്ചു വളർന്നു പോവുകയാണ്. പക്ഷെ മാവിന് എന്താ പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല. അതായത് മരവാഴ ജസ്റ്റ് ഒരു ഫിസിക്കൽ സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പോഷണങ്ങൾ വലിച്ചെടുത്ത് മാവിനെ നശിപ്പിക്കുന്നില്ല. ഒരാൾക്ക് ഗുണം അടുത്തയാൾക്ക് ദോഷം. സോ അതായത് ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മരവാഴ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കമൻസലിസം. അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പിഫൈറ്റ് എന്താന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പിഫൈറ്റ് എന്താ? പരാഗം എന്താന്ന് നമ്മൾ കണ്ടു. എപ്പിഫൈറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഒന്നിനെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റ്. ഇവിടെ മരവാഴ എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റ് ആണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ജൈവ വൈവിധ്യം. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യം, ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ വൈവിധ്യ ശോഷണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവി സമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ഒക്കെ കൂടി ചേർന്നതാണ് ഒരു ജൈവ വൈവിധ്യം. സോ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പല തലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ആവാസ വ്യവസ്ഥകൾ. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ അതിന്റെ ചുറ്റുപാട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ജീവികൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ജീവമണ്ഡലത്തിൽ ആവാസ വ്യവസ്ഥകളിൽ തന്നെ ഒത്തിരിയധികം വൈവിധ്യങ്ങൾ കാണാം. അതേപോലെ തന്നെ നമുക്ക് സ്പീഷീസ് തലത്തിൽ നോക്കിയാൽ പലതരത്തിലുള്ള സ്പീഷീസുകൾ ഉണ്ട്. അവിടെയും നമുക്ക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം കാണാം. അതേപോലെ തന്നെ ജനിതക തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി, അങ്ങനെ പലതരത്തിൽ വരുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഓർക്കേണ്ടത്, ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതായത് ജൈവ വൈവിധ്യം എന്ന പദം, അതായത് ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജെ റോസൺ ആണ്. നമ്മൾ പറഞ്ഞ ഇക്കോളജി ഉപയോഗിച്ചിരിക്കുന്നത് ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ ആണെങ്കിൽ ജൈവ വൈവിധ്യം എന്ന പദം ഉപയോഗിച്ചത് വാൾട്ടർ ജെ റോസൺ ആണ്. ഫസ്റ്റ് ഫേസിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഓർക്കുക. ഇനി നമ്മൾ ഈ ജൈവ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ ശോഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പ്രത്യേകം ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആരെ കുറിച്ചാണ്? റേച്ചൽ കേഴ്സനെ കുറിച്ചാണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? റേച്ചൽ കേഴ്സൺ ആണ് എന്നുള്ളത് ഓർത്തുവെക്കുക. ഈ റേച്ചൽ കേഴ്സൺ രചിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് ചോദിക്കും, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് ആണ് അല്ലെങ്കിൽ നിശബ്ദ വസന്തമാണ്. ഈ പുസ്തകത്തിന്റെ എന്തിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. എന്താ? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? റേച്ചൽ കേഴ്സൺ. അദ്ദേഹത്തിന്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? പരിസ്ഥിതിയെ കുറിച്ചാണ്. അത് നമുക്ക് വളരെ ജനറൽ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മളോട് എടുത്തു ചോദിക്കും, പരിസ്ഥിതി എന്ന് തരണമെന്നില്ല, എന്തിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എടുത്ത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് DDT. DDT നമുക്കറിയാം ഒരു കീടനാശിനിയാണ് അല്ലെ? DDT പോലെയുള്ള കീടനാശിനികള് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഏത്? നിശബ്ദ വസന്തം. അപ്പൊ എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ DDT നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓർക്കാം, DDT പോലെയുള്ള കീടനാശിനികൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിശബ്ദ വസന്തത്തില് ആര് പ്രതിപാദിച്ചിരിക്കുന്നത്? റേച്ചൽ കേഴ്സൺ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോ ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത് 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായ പുസ്തകം ഏതായിരിക്കും? നിശബ്ദ വസന്തമാണ്. സോ അതും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 3 തരത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ റേച്ചൽ കേഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? DDT യെ കുറിച്ചാണ്. 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണം ഏത് പുസ്തകമാണെന്ന് ചോദിച്ചാല് നിശബ്ദ വസന്തമാണ് എന്നുള്ളത് ഓർത്തുവയ്ക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തത് പഠിക്കാനുള്ളത് വംശനാശവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റുപോയ കണ്ണികളെ കുറിച്ച്, അതായത് വംശനാശം സംഭവിച്ചു പോയ കുറച്ച് ജീവികളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതും നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ജീവികളും ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നത് നമ്മുടെ
മൗറീഷ്യസ് ദ്വീപുകളിൽ കാണപ്പെട്ടിരുന്ന ഡോഡോ പക്ഷി. അപ്പൊ ഇവർ ഓരോ ജീവിയും എവിടെയായിരുന്നു കാണപ്പെട്ടിരുന്നത് എന്നുള്ളതനുസരിച്ച് തെറ്റായ ജോഡി ചെയ്ത് മാച്ച് ദി ഫോളോയിങ് രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർക്കണം, നമുക്ക് വംശനാശം സംഭവിച്ച ജീവികളിൽ നോക്കുകയാണെങ്കിൽ ഡോഡോ പക്ഷി, അതേപോലെ തന്നെ സഞ്ചാരിപ്രാവുകൾ, ക്വാഗ എന്ന് പറയുന്ന കാട്ട് സീബ്ര ഇനം, ഇതൊക്കെ വംശനാശം സംഭവിച്ചു പോയ ജീവികളിൽ വരുന്നതാണ്. അതിൽ ഡോഡോ പക്ഷി എവിടെയായിരുന്നു? മൗറീഷ്യസ് ദ്വീപുകളിൽ കാണപ്പെട്ടിരുന്ന ജീവിയാണ് ഏത്? ഡോഡോ പക്ഷി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ കാണപ്പെട്ടിരുന്ന ജീവികളാണ് ഇത്? സഞ്ചാരിപ്രാവുകൾ. അപ്പൊ മൗറീഷ്യസ് ദ്വീപ് ഡോഡോ പക്ഷി, അമേരിക്കയിലാണ് എന്ത് വന്നിരുന്നത്? സഞ്ചാരിപ്രാവുകൾ. ആഫ്രിക്കയിലാണ് നമുക്ക് എന്ത് വന്നിരുന്നത്? നമ്മൾ പറഞ്ഞു കാട്ടു സീബ്ര ഇനമായിട്ടുള്ള ക്വാഗകൾ വന്നിരുന്നത് അല്ലെങ്കിൽ കാണപ്പെട്ടിരുന്നത് ആഫ്രിക്കയിലാണ് എന്നുള്ളത് ഓർക്കുക. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാം. ഓക്കെ അല്ലേ? ശരി. ഇനി ഇവിടെ നിന്ന് നമ്മൾ വംശനാശവുമായിട്ട് അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, റെഡ് ഡേറ്റ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റെഡ് ഡേറ്റ ബുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങള് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഒരു പബ്ലിക്കേഷൻ ആണ് ഏത്? നമ്മുടെ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പലതവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓർക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ചാണ്. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഏത് പരിസ്ഥിതി സംഘടനയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. IUCN ആണ് എന്നുള്ളത് ഓർക്കുക, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN ആണ് എന്ത് പ്രസിദ്ധീകരിക്കുന്നത്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അവിടെ IUCN-ഉമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സംഘടനയെ കുറിച്ച് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. ഓർക്കുക, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് എന്തിന്റെ ആസ്ഥാനം നമുക്ക് വരുന്നത്? IUCN എന്ന് പറയുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിൽ. അതേപോലെ തന്നെ ഇവിടെ തന്നെ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ് WWF. അതിനെക്കുറിച്ചും ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. WWF അതായത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് തന്നെയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. രണ്ടും സെയിം ആണ്. ഓക്കെ. പിന്നെ WWF-ഉമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം ഏത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഭീമൻ പാണ്ഡയാണ്, അതാണ് ഇവിടെ നമുക്ക് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ജൈൻ പാണ്ഡ അല്ലെങ്കിൽ ഭീമൻ പാണ്ഡയാണ് ഇവരുടെ ചിഹ്നം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ. സോ അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കും, ഇതിന്റെ ചിഹ്നം ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. IUCN നമ്മൾ പറഞ്ഞു, റെഡ് ഡേറ്റ ബുക്ക്. ഓക്കെ, ശരി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഇപ്പൊ നടക്കുന്ന എക്സാമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെക്കൻഡ് ഫേസിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് രണ്ട് രീതികളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ ഉണ്ട്, പിന്നെ അടുത്തതാണ് എക്സിറ്റു കൺസർവേഷൻ. എന്താന്ന് മനസ്സിലാക്കാം, എക്സാമ്പിൾസ് ചോദിക്കാം. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. മനസ്സിലാക്കുക, ഇൻസിറ്റു ആയിക്കോട്ടെ എക്സിറ്റു ആയിക്കോട്ടെ എന്താണ്? ജീവികളെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് രീതികളാണ് നമുക്ക്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്താ? അതായത് ജീവജാലങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിറ്റു എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജീവിയെ നമ്മൾ സംരക്ഷിക്കുന്ന, ഒരു കാട്ടിലാണ് അത് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ കാടോട് കൂടിയിട്ട് അത് സംരക്ഷിക്കുന്നു, അതാണ് ഇൻസിറ്റു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻസിറ്റുവിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് ചോദിക്കും. അതായത് ഓർക്കുക, നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ നാഷണൽ പാർക്കുകൾ നമുക്ക് വരുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി റിസർവുകൾ വരുന്നുണ്ട്, കാവുകൾ വരുന്നുണ്ട്. കാവുകളൊക്കെ നമുക്കറിയാം എങ്ങനെയാ? സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇൻസിറ്റുവിന് എക്സാമ്പിൾ ആണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ വരുന്നുണ്ട്, ബയോസ്ഫിയർ റിസർവുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അങ്ങനെ അല്ലാതെ ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് പ്രത്യേകം പരിരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സിറ്റു എന്ന് പറയുന്നത്. എക്സിറ്റുവിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമുക്ക്
സുവോളജിക്കൽ ഗാർഡൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഒരു കാട്ടിലാണെങ്കിൽ അവിടെ എല്ലാം സംരക്ഷിക്കുക അല്ലെ, അവിടെ നിന്ന് അവരെ മാറ്റി പാർപ്പിച്ച് അവർക്ക് പ്രത്യേക കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത്. സോ അതാണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഓർക്കുക, ജീൻ ബാങ്കുകൾ. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണാം. ഇതൊക്കെ എന്താണ് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾസ് നമുക്ക് ചോദിക്കും. ഇൻസിറ്റു ഏതാണ്, എക്സിറ്റു ഏതാണ്, എന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻസിറ്റു കൺസർവേഷൻ നമ്മൾ പറഞ്ഞു ജീവികളെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അവർ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു ആവാസ വ്യവസ്ഥയോട് കൂടി തന്നെ സംരക്ഷിക്കുന്നു. അപ്പൊ അതില് ഇൻസിറ്റ് ഓരോന്നും ഇനി നമുക്ക് ഓരോരോ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ ഓരോ ബോക്സസിലായിട്ട് ഈ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും ഒക്കെ എന്താണ്, അവിടെ എങ്ങനെയുള്ളവരെയാണ് സംരക്ഷിക്കുന്നത്, അതിന്റെ പ്രത്യേകത, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഓരോന്നിനും. സോ അങ്ങനെയുള്ള ആ ടേംസ്, അതായത് നമുക്ക് ഫസ്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് നമുക്ക് പറയാം, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് ഇതേപടി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്. എന്നിട്ട് ഇത് ഫോർ എക്സാമ്പിൾ നമുക്ക് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ ഓർക്കുക ഇൻസെറ്റു ആണ്. എങ്ങനെയാണ് ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകൾ ഏത് എന്ന് ചോദിക്കും. ഏതായിരിക്കും? വന്യജീവി സങ്കേതങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. പേപ്പാറ, പെരിയാർ, വയനാടൊക്കെ നമുക്ക് ഇവിടെയുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി നാഷണൽ പാർക്കുകൾ പലതവണ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒന്നാണ് നാഷണൽ പാർക്കുകൾ. ഓർക്കണം, ഇത് തന്നെ വെച്ചിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് വന്യജീവികളെ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അല്ലെ, പിന്നെ എങ്ങനെയൊക്കെയുണ്ട്, ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടായിരിക്കും, പ്രത്യേക ഭൗമ സവിശേഷതകൾ ഉണ്ടായിരിക്കും, പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടി സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ എന്ന് മനസ്സിലാക്കുക. അപ്പോ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ഒരു വനമേഖലയിലെ ചരിത്ര സ്മാരകങ്ങള്, പ്രകൃതി വിഭവങ്ങള്, ഭൗമ സവിശേഷതകള് ഇതൊക്കെ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഏത് നാഷണൽ പാർക്ക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ചോല, അതേപോലെ മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇതൊക്കെ എന്താണ് നമുക്ക് കേരളത്തിൽ വരുന്ന നമ്മുടെ നാഷണൽ പാർക്കുകളാണ്. ഇവിടെ നമ്മൾ നാഷണൽ പാർക്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാഷണൽ പാർക്കുകളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള 2 കാര്യങ്ങളുണ്ടെന്ന് സൈലന്റ് വാലി, അതേപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്ക്. ആദ്യം തന്നെ സൈലന്റ് വാലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലാണ്? ഓർക്കുക, ഈ പറഞ്ഞിരിക്കുന്നതിൽ സൈലന്റ് വാലി മാത്രം എവിടെയാണ്? നമുക്ക് പാലക്കാടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പാലക്കാടാണ്. ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? നമുക്ക് മെയിൻ ആയിട്ട് ഇടുക്കിയാണ് വരുന്നത് മനസ്സിലാക്കാം. സൈലന്റ് വാലിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കുന്നത്. സൈലന്റ് വാലിയിൽ ചോദിക്കാറുള്ള ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ സംരക്ഷിക്കുന്ന ജീവി. ഓർക്കുക, നമുക്ക് സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം, സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? നമുക്ക് സൈലന്റ് വാലിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേസമയം നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിക്കുക. അവിടെ ഏതായിരിക്കും? നമുക്ക് ഇരവികുളമാണ്. സോ ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈലന്റ് വാലിയാണ്. അതേസമയം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക ഇരവികുളമാണ്. ഇനി നമ്മൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. സോ ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട്, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ പൊതുജന പങ്കാളിത്തത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഓക്കെ, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എക്സാമ്പിൾ. അതേപോലെ ബയോസ്ഫിയർ റിസർവുകളുടെ പ്രത്യേകത എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആവാസ വ്യവസ്ഥകളും അതേപോലെ തന്നെ ജൈവ വൈവിധ്യവും ജനിതക സ്രോതസ്സുകളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളാണ് ഇത് ബയോസ്ഫിയർ റിസർവുകൾ. കേരളത്തിൽ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്? 2 ഓർക്കുക, നീലഗിരിയും അതേപോലെ തന്നെ അഗസ്ത്യമലയും. ഓക്കെ, ആ എക്സാമ്പിൾസ് കൂടി നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാത്തിലും ഈ ഫസ്റ്റ് പോയിന്റ് അത് എന്താണ് എന്ന് നമുക്ക് എടുത്തു പറയുന്നുണ്ട്, അവരുടെ പ്രത്യേകതകൾ. സോ അത് വെച്ചിട്ടാണ് നമുക്ക് എക്സാമിൽ ചോദിച്ചു കാണാറുള്ളത്. പിന്നെ കാവുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാവുകളും എങ്ങനെ തന്നെയാണ്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ തന്നെ
കാണപ്പെടുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന പ്രദേശങ്ങളാണ്. അതിന്റെ പ്രത്യേകത എങ്ങനെയാണ്, വിസ്തൃതി വളരെ കുറഞ്ഞിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലയാണ് ഏത്, കാവുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം വിസ്തൃതി വളരെ കുറവായിരിക്കും. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ഇതിനെ കുറിച്ചും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നാഷണൽ പാർക്ക് വന്നിട്ടുണ്ട്, കമ്മ്യൂണിറ്റി റിസർവ് വന്നിട്ടുണ്ട്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ്, നമുക്ക് തദ്ദേശീയമായിട്ട് ഒരു മേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേകം സ്പീഷീസുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അതേപോലെ തന്നെ ആവാസനാശ ഭീഷണി നേരിടുന്ന ജൈവ വൈവിധ്യ മേഖലകളുമായിരിക്കും അത്. സോ അങ്ങനെയുള്ളതിന്റെ സംരക്ഷണ കേന്ദ്രം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇവിടെ നമുക്ക് കൂടുതലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെക്കണം, ലോകത്തിൽ എത്ര എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓർക്കുക, 36 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് നമുക്ക് വരുന്നത്. ഇന്ത്യയിൽ എത്ര എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, 4 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് നമുക്ക് വരുന്നത്. അത് ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓർക്കണം, ഒന്ന് ഉറപ്പായിട്ടും എന്തുണ്ടാവും, നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹിമാലയം, വടക്ക് കിഴക്കൻ ഹിമാലയം വരുന്നുണ്ട്, ഇൻഡോ ബർമ മേഖല, സെൻഡാലാൻഡ്. ഇത്രയുമാണ് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള 4 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ലോകത്തിൽ നമ്മൾ പറഞ്ഞു ആകെ 36 ഇന്ത്യയിലാണ് 4 ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, സെൻഡാലാൻഡ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് എന്തായിരുന്നു, നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻസ് ആയിരുന്നു. ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്നു. ഇനി അവിടെ നിന്ന് നമ്മൾ എക്സിറ്റുവിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് വെളിയിൽ പ്രത്യേകം സംരക്ഷിക്കുന്ന രീതിയാണ്. അതില് സുവോളജിക്കൽ ഗാർഡൻ വരുന്നുണ്ട്. എങ്ങനെയാ, വ്യത്യസ്ത ഇനങ്ങളിൽ പെട്ടിട്ടുള്ള ജന്തുക്കളെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് സംരക്ഷിക്കുകയാണ്. എന്നിട്ട് അവരുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രങ്ങൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ, ജന്തുക്കളാണ് അല്ലെ. അപ്പൊ സുവോളജിക്കൽ ഗാർഡൻ ആണ്. ഇനി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വരുമ്പോ എന്താ, കറസ്പോണ്ടിങ് സസ്യങ്ങളുടെ കേസിൽ, അതായത് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ പെട്ടിട്ടുള്ള അപൂർവവും പ്രാധാന്യവുമുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാല ഗവേഷണ കേന്ദ്രം എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും എന്താണ്, എക്സിറ്റു കൺസർവേഷൻ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നിട്ടുണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയുണ്ട്, ഒന്ന് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യാന്ന് ചോദിച്ചാൽ ഓർക്കുക, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം പാലോടാണ് എന്നുള്ളത് ഓർക്കുക. ഏത്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി ഇതേപോലെ തന്നെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഓർക്കുക, കോഴിക്കോടാണ്. കോഴിക്കോട് ഒളവണ്ണയാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ 2 എണ്ണം ഉണ്ട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട്, തിരുവനന്തപുരം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒളവണ്ണ, കോഴിക്കോടാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ അടുത്ത എക്സിറ്റു കൺസർവേഷനിലേക്ക് പോയാൽ ജീൻ ബാങ്കുകളാണ്. ജീൻ ബാങ്ക് എന്താണ്, ഒന്ന് ഓർക്കാതെ എക്സിറ്റുവിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ, ഇതും പ്രത്യേക ഗവേഷണ കേന്ദ്രങ്ങളാണ്. എന്തിനുള്ള സൗകര്യങ്ങൾ, അതായത് വിത്തുകളും കാര്യങ്ങളൊക്കെ ദീർഘകാലത്തേക്ക് സൂക്ഷിച്ച് ശേഖരിച്ചു വെക്കുന്നതിനുള്ള പ്രത്യേക എന്താണ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇത്. ജീൻ ബാങ്കുകൾ എന്ന് പറയും. വിത്തുകളും ബീജങ്ങളും ഒക്കെ ശേഖരിക്കുന്നതിന്, ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ജീൻ ബാങ്കുകളാണ്. അവിടെയും ഒരു കാര്യം പഠിക്കാറുണ്ട്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനും തിരുവനന്തപുരം ആയിരുന്നു. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ നമുക്ക് ചോദിക്കാറുള്ള കാര്യമാണ്. IUCN-ന്റെ കണ്ടിരുന്നു, WWF-ന്റെ കണ്ടിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ്. ചോദിച്ചിട്ടുണ്ട്, ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വന്നിരുന്ന ഓരോ എക്സാമുകളിൽ ചോദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അത് പഠിച്ച് നമ്മൾ വന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നതാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഭക്ഷ്യശൃംഖല, തുടക്കത്തിൽ നമ്മുടെ എക്കോളജി പോലെയുള്ള ചെറിയ ചെറിയ പദങ്ങൾ അതൊക്കെ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കും, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ചിടയ്ക്ക്, അതായത് 2024 നമുക്കറിയാം LGS-ന്റെ കുറച്ച് എക്സാമുകൾ കഴിഞ്ഞിരുന്നു. LDC എക്സാമുകളൊക്കെ ലാസ്റ്റ് കുറച്ച്
കുറച്ച് സമയങ്ങളിൽ നമുക്ക് കഴിഞ്ഞിരുന്നു. ഈ എക്സാമുകളിലൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ LGS എക്സാമിൽ ചോദിച്ചിരുന്നതാണ് എക്സിറ്റ് കൺസർവേഷൻ. എക്സാമ്പിൾ ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എക്സിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏതായിരിക്കും? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അല്ലെ. ബയോസ്ഫിയർ റിസർവും വന്യജീവി സങ്കേതം നാഷണൽ പാർക്കും ഒക്കെ ഇൻസിറ്റു ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എടുത്ത് ചോദിക്കും. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകൾ. ഇതെല്ലാം കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? നാഷണൽ പാർക്കുകൾ നമുക്ക് വരുന്നത്. അപ്പൊ ഓരോന്നിന്റെയും കേസിൽ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കി വെക്കണം. ഇതും നമുക്ക് LGSന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. IUCN ആണ് നമ്മൾ കണ്ടിരുന്നത് അല്ലെ. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന IUCN. അതേപോലെ ചോദിച്ചിട്ടുണ്ട് റെഡ് ഡേറ്റ ബുക്ക് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചാണ് ഓർക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു IUCNന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡില് ഗ്ലാൻഡിലാണ് എന്നുള്ളത് ഓർക്കുക. WWF ആണ് എന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ്? സ്വിറ്റ്സർലൻഡില് ഗ്ലാൻഡ് ആണ് നമുക്ക് ആസ്ഥാനം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നമുക്ക് ടോട്ടൽ 4 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മെഡിറ്ററേനിയൻ കടൽ, സുന്ദർലാൻഡ്, ഇൻഡോ ബർമ, അതേപോലെ തന്നെ കാലിഫോർണിയ കാടുകൾ, മഡഗാസ്കർ, അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ നമുക്ക് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡോ ബർമ മേഖലയുണ്ട്, വടക്ക് കിഴക്കൻ ഹിമാലയമുണ്ട്, പശ്ചിമഘട്ടമുണ്ട്, പിന്നെ എന്തുണ്ട്? നമുക്ക് സെൻഡാലാൻഡും വരുന്നുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഏത് നമ്മുടെ 4 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അതിൽ 3 എണ്ണം വെച്ചിട്ടാണ് നമുക്ക് ചോദിച്ചിരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ LDC എക്സാമിൽ ചോദിച്ചിരുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച് റേച്ചൽ ഗേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? ഏതായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിരുന്നു നിശബ്ദ വസന്തമാണ് അല്ലെ, സൈലന്റ് സ്പ്രിംഗ്. 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായിരിക്കുന്ന പുസ്തകം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് ആണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ റേച്ചൽ ഗേഴ്സൺ ആണ് ഓർക്കാം. ഇതും നമുക്ക് LD മെയിൻ എക്സാമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് LDയിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഡാഷ്. ഏതായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നമ്മൾ പറഞ്ഞിരുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി സംരക്ഷിക്കപ്പെട്ടു വരുന്ന പ്രദേശങ്ങളാണ് ഏത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇതിന്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഈ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ C ആണ് നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ 10th പ്രിലിംസ് ഫസ്റ്റ് ഫേസ് എക്സാമിൽ ചോദിച്ചിരുന്നത് ഏതായിരുന്നു? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു വാൾട്ടർ G. റോസൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഏണസ്റ്റ് ഹൈക്കൽ ആണ് ഏത്? നമുക്ക് എക്കോളജി എന്ന് പറയുന്ന ടേം നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫേസിൽ ചോദിച്ചിരുന്ന എക്സിറ്റ് കൺസർവേഷൻ ഇത്. ഇവിടെയും ഏത് തന്നെയാണ് ആൻസർ വരുന്നത്? നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അല്ലെ. സോ നമ്മൾ കഴിഞ്ഞ് കണ്ടിരുന്ന ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ വന്നിരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബാക്കിയുള്ള ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും കമ്മ്യൂണിറ്റി റിസർവും ഒക്കെ എന്താണ്? നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻ ആണ് നമ്മൾ പഠിച്ചിരുന്നത്. എക്സിറ്റുവിനുള്ള ബാക്കി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ജീൻ ബാങ്കുകൾ ആയിക്കോട്ടെ, സുവോളജിക്കൽ ഗാർഡൻ ആയിക്കോട്ടെ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ എക്സിറ്റു ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ചില എക്സാമുകളിൽ ഭക്ഷ്യ ശൃംഖലയുമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും. ആരായിരിക്കും? നമ്മൾ പറഞ്ഞിരുന്നു ഉൽപാദകരാണ് എന്ന് വെച്ചാൽ ആരാണ്? ഹരിത സസ്യങ്ങളാണ് അല്ലെ. മിശ്രഭോജികളോ വിഘാടകരോ മാംസഭോജികളോ ഒന്നല്ല വരുന്നത്. ഹരിത സസ്യങ്ങളെന്നോ സസ്യപ്ലവകങ്ങളോ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യ കണ്ണിയാണെന്ന് മനസ്സിലാക്കുക. ഇനി പ്രാഥമിക ഉപഭോക്താക്കൾ ഭക്ഷ്യ ശൃംഖലയിൽ ആരാണ് എന്നുള്ളതാണ്. ആരായിരിക്കും? നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് തലത്തിൽ വരുന്നത് ഉൽപാദകരാണ് എന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് പോഷണ തലത്തിലാണ് നമുക്ക് പ്രാഥമിക ഉപഭോക്താവ് വരുന്നത്. അതായത് ആരായിരുന്നു? നമ്മുടെ സസ്യത്തെ ഭക്ഷിക്കുന്ന സസ്യാഹാരിയാണ് അല്ലെ. അതായത് സസ്യബുക്കാണ് എവിടെ വരുന്നത്? നമുക്ക് ആദ്യത്തെ അതായത് നമ്മുടെ പ്രാഥമിക ഉപഭോക്താക്കളിൽ നമുക്ക് വരുന്നത്. സസ്യങ്ങളോ സസ്യപ്ലവകങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും വരുന്നത്? ഒന്നാമത്തെ പോഷണതലത്തിലായിരിക്കും. സസ്യബുക്ക് നമുക്ക് വരുന്നത് എവിടെയായിരിക്കും? രണ്ടാമത്തെ പോഷണതലം, അതായത് പ്രാഥമിക ഉപഭോക്താവായിട്ടാണ്. പിന്നീട് നമുക്ക് സസ്യബുക്കിനെ ഭക്ഷിക്കുന്ന പ്രാഥമിക മാംസബുക്ക് എന്ന് തന്നിട്ടുണ്ട്. അതെവിടെയായിരിക്കും? നമുക്ക് തേർഡ് പോഷണതലത്തിലായിരിക്കും, അതായത് ദ്വിതീയ ഉപഭോക്താവാണ്. സോ
സോ മൂന്നാമത്തെ പോർഷൻ തലം വരെയാണ് ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിച്ചു കാണാറുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു? ജീവിബന്ധങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നതാണ് ആര്? എപ്പിഫൈറ്റുകൾ അല്ലെ, മരവാഴയുടെ കേസിൽ നമ്മൾ കണ്ടിരുന്നു. ഇത് വരുന്ന ജീവിബന്ധം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? നമ്മൾ പറഞ്ഞിരുന്നു കമൻസലിസം ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അതായത് ഒരാൾക്ക് ഗുണം അടുത്തയാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല, രണ്ടുപേർക്കും ഗുണകരമായിട്ടുള്ളതായിരുന്നു ഏത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിബന്ധങ്ങളും അതിന്റെ പ്രത്യേകതകളും വിത്ത് എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ നടന്ന എക്സാമുകളിൽ LGS LDC എക്സാമുകളിലും അതേപോലെ തന്നെ മറ്റു കുറച്ച് എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ലാസ്റ്റ് നമുക്ക് എല്ലാം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും കാണുമ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. മിക്ക എക്സാമുകളിലും ഇപ്പൊ നടക്കുന്ന എക്സാമുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനി എക്സാം ഉള്ളവര് ഈ ഒരു ചാപ്റ്റർ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്തിട്ട് അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.